എൻ്റെ പേര് ലിനി യേശുദാസ്. കോട്ടക്കടവാണ് വീട്. കടലുണ്ടിയുടെ അടുത്താണ്. ഞാനിപ്പോഴും ഇവിടെ ഏകദിനത്തിന് എല്ലാ മാസവും വരാറുണ്ട്. 3 വർഷമായിട്ട് വരാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം 19-ാം തീയതി എൻ്റെ ഭർത്താവ് യേശുദാസിന് ശ്വാസതടസ്സമായിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു. 2-3 ഹോസ്പിറ്റലിൽ കാണിച്ച് അവർ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണെന്നാണ് പറഞ്ഞത്. ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു. പക്ഷേ ശ്വാസമുട്ടലിനൊരു കുറവില്ലായിരുന്നു. ലാസ്റ്റ് പിന്നെ അവർ മിംസിലേക്ക് റെഫർ ചെയ്ത് മിംസ് ഹോസ്പിറ്റലിൽ പോയി അവിടെ കാണിച്ചത്. അപ്പോൾ ഉടനെ തന്നെ അവർ പറഞ്ഞു ഹാർട്ടിൻ്റെ പ്രോബ്ലമാണ്, അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതാണ് ശ്വാസതടസ്സം ഉണ്ടായെന്ന് പറഞ്ഞ് അവർ ICUലേക്ക് മാറ്റി. പിറ്റേ ദിവസം ശനിയാഴ്ച അവർ പറഞ്ഞ് എൻജിയോഗ്രാം ചെയ്ത് നോക്കാം, ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് ICUന്ന് തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരപ്പം തന്നെ പുറത്തോട്ട് കൊണ്ടിട്ട് പറഞ്ഞു ഇത് ചെയ്യാൻ പറ്റണില്ല, ശ്വാസതടസ്സം കൂടുതലാണ്, ഓക്സിജൻ വെച്ചിട്ടൊന്നും നിൽക്കണില്ല, അങ്ങനെ ആൾ ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ആകെ വിഷമമായി. ഞങ്ങൾ എൽറുഹ ഇവിടെ ധ്യാനകേന്ദ്രത്തിൽ വിളിച്ച് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ അന്നില്ല. പിറ്റേ ദിവസം വേറെ ഡോക്ടറെ ആക്കാൻ, നല്ല ഡോക്ടറാന്നൊക്കെ പറഞ്ഞ് ഈ ഡോക്ടർ പോയി. പിറ്റേ ദിവസം ഞായറാഴ്ച ദാസേട്ടന് ഇത് ചെയ്യാൻ തന്നെയായിട്ട് വേറൊരു ഡോക്ടർ വന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തിയേറ്ററിലേക്ക് കയറ്റണ ആ സമയത്ത് ഞാൻ എൻ്റെ ഫോണിൽ എൽറുഹ വെച്ചിട്ട് അത്ഭുതങ്ങളുടെ ജപമാല ഞാൻ കേട്ടുകൊണ്ടിരുന്നു. 1.5 മണിക്കൂറാണ് ആയിരുന്നത്. ആൻജിയോഗ്രാം ചെയ്തിട്ട് പറഞ്ഞു വലിയ ബ്ലോക്കാണ്, 95% ബ്ലോക്കാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അപ്പം തന്നെ ചെയ്തോളാൻ പറഞ്ഞ് വലിയ റിസ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡോക്ടർ ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ജപമാല എന്നെ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു ഹൃദയ സംബന്ധമായ രോഗമുള്ള ഒരാളുടെ അസുഖം ഭേദമാക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് ദാസേട്ടൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഡോക്ടർ അപ്പം തന്നെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ബ്ലോക്കൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ഏപ്രിൽ എൻ്റെ ആങ്ങളയുടെ മകൻ, അവൻ ബിടെക്കിന് പഠിക്കുകയാണ് ജ്യോതി കോളേജിൽ. അവന് പെട്ടെന്ന് പനി വന്ന് ഹോസ്പിറ്റലിൽ, അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തൃശ്ശൂരാണ്, അവിടെ അഡ്മിറ്റാക്കി. അന്ന് അവന് ഫിറ്റ്സ് വന്നു. പിന്നെയാണ് ബ്രെയിനിലേക്ക് ഡെങ്കിയുടെ വൈറസ് പരന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ എറണാകുളത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് അവർ 2 ലക്ഷത്തിൻ്റെ ഇഞ്ചക്ഷൻ വെച്ചു. അപ്പം തന്നെ ഞാനിവിടെ എൽറുഹ ഇവിടെ കൺവെൻഷൻ നടക്കുന്ന സമയമായിരുന്നു. അപ്പം ഞാനിവിടെ എപ്പോഴും പള്ളിയിൽ വരണം, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൺവെൻഷന് വരണമെന്നും. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, കൺവെൻഷന് കൂടാനും പറ്റിയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു അതിലും വലിയ ഇതാണല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കണത്. അങ്ങനെ ഇവിടേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ കൺവെൻഷനിൽ അച്ഛൻ പറഞ്ഞു പനി ബാധിച്ച ഒരു കുട്ടിയുടെ പനി സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞ റാഫേൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ മോന് ടൈസൺ എന്നാണ് പേര്, അവൻ തന്നെയായിരിക്കുന്നു. ഞാൻ മോന് പനിയാണെന്നറിഞ്ഞ ഉടനെ തന്നെ ഇവിടെ കോഴിക്കോട് നിന്ന് തൃശ്ശൂർക്ക് ട്രെയിൻ കയറി അവിടെ ചെല്ലുമ്പോൾ മോനെ കാണാൻ പറ്റില്ല. പക്ഷേ ICUന്ന് അവർ പുറത്തേക്ക് MRI സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് കയറുമ്പോൾ തന്നെ ഇവിടുത്തെ വെഞ്ചിരിച്ച തേനും ഉപ്പും ഒക്കെ കൈപിടിച്ചിട്ടുണ്ടായിരുന്നു, അന്നവെള്ളമൊക്കെ കൈപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേഗം അവിടെ ചെന്നിട്ട് 1 മിനിറ്റ് അവർ ലിഫ്റ്റിൻ്റെ ആ ഭാഗത്തേക്കാണ് കുട്ടീനെ അവിടെ കിടത്തിക്കണത്. അപ്പോഴേക്കും ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ഓടി ഹോസ്പിറ്റലിലെത്തി. ഈ തേന് മോൻ്റെ ചുണ്ടിൽ പറ്റി കൊടുത്തു. അവർ പറഞ്ഞു വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു സാറിൽ എന്തായാലും വെക്കണമെന്ന് പറഞ്ഞിട്ട് തേൻ ചുണ്ടുമ്പോൾ പറ്റി കൊടുത്തു. പിന്നെ അവന് ICUവിൽ കഞ്ഞി കൊടുക്കുമ്പോൾ ഞങ്ങളറിയാതെ ഈ വെഞ്ചിരിച്ച ഉപ്പ് ആ കഞ്ഞിയിലിട്ട് കൊടുക്കും. പിന്നെ അന്നാവെള്ളം അവൻ്റെ നെറ്റത്ത് തൊടിച്ച് കൊടുക്കും. പിന്നെ ICUവിൽ ആസ്റ്ററിൽ കിടക്കുമ്പോൾ ബന്ധന പ്രാർത്ഥനയുടെ ബുക്ക് അവൻ്റെ തലയ്ക്കാൻ ഭാഗത്ത് വെച്ചിട്ട് അവന് വർത്തമാനം പറയാനൊന്നും ഒറ്റ വാക്കൊക്കെ പറയുള്ളൂ. എന്നാലും ഞാനിങ്ങനെ കൊന്ത ചൊല്ലി കൊടുക്കും. എൽറുഹയുടെ അത്ഭുത ജപമാല അവന് ചെവിയിൽ വെച്ച് കഴിപ്പിച്ച് കൊടുക്കും. അവർ പറയും ഫോണൊന്നും ICUവിൽ കയറ്റാൻ പറ്റില്ല എന്നൊക്കെ പറയും. എന്നാലും ഞാൻ ഇടയ്ക്കൊന്ന് പോയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. ICUന്ന് പിന്നെ വാർഡിലേക്ക് മാറ്റി പനിയൊക്കെ കുറഞ്ഞ് സുഖപ്പെട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ ഒരു 10 ദിവസം കൂടി ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോഴും 20 ദിവസമായിട്ട് ഫ്ലൂയിഡാണ് റൈസ് ട്യൂബിൽ കൂടെ കൊടുത്തിരുന്നത്. ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു, നടക്കാൻ പറ്റില്ലായിരുന്നു. അതൊക്കെ തലച്ചോറിൻ്റെ ഇതിനെ ബാധിച്ച വൈറസ് ബാധിച്ച പ്രകാരമായിരുന്നു. അങ്ങനെ
തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് റൈസ് ടു ഫീഡിങ് തന്നെയായിരുന്നു 20 ദിവസമായിട്ട്, വെള്ളം മാത്രം. അപ്പോൾ അവൻ ഭക്ഷണം കഴിക്കണം, ബിരിയാണി വേണമെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പറയും വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് കഴിക്കാമെന്നൊക്കെ പറയും. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് മൊബൈലിൽ ഇതുപോലെ തന്നെ ഏകദിന കൺവെൻഷൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ന് റാഫേൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഭക്ഷണം ചവച്ചരയ്ക്കാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും റൈസ് ട്യൂബ് ഊരി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയത്. അവന് ബിരിയാണിയൊക്കെ വേണമെന്നും പറഞ്ഞ് അതൊക്കെ കൊടുത്തിട്ടാണ് പോയത്. അതും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. ഇവിടെ എൽറുഹയിൽ വന്നിട്ട് കൺവെൻഷനിൽ കിട്ടിയ പ്രാർത്ഥിച്ചതിൻ്റെയും എല്ലാതിൻ്റെയും അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കഴിഞ്ഞ വർഷം മോളുടെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഞാൻ റാഫേൽ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ കയ്യിലാണെങ്കിൽ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഹസ്ബൻഡിന് റിട്ടയർഡായി പണിയോ അങ്ങനെയൊന്നുമില്ല, മോനും സ്ഥിരമായിട്ടൊരു പണിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം, ചേച്ചി സമാധാനമായിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ കല്യാണത്തിൻ്റെ സമയത്ത് 1 മാസം മുമ്പ് തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത പൈസ കയ്യിൽ കിട്ടി. അങ്ങനെ സാമ്പത്തികമായിട്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഏകദിന കൺവെൻഷന് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, എൻ്റെ പേര് മാത്രം വിളിച്ച് പറയണില്ലല്ലോ എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ അച്ഛൻ ലിനിയെ അനുഗ്രഹിക്കുന്നു, കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ലിനിയെ അനുഗ്രഹിക്കുന്നു 2-3 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ എൻ്റെ മേലാകെ ഇങ്ങനെ ഒരു കുളിര് കോരുന്ന പോലെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു ഇത് കാരണം കുറച്ച് വൈകിപ്പോയി. ഇപ്പോൾ അടിക്കടിക്ക് ഓരോ ഇത് വന്നോടുകൂടി ഞാൻ എന്തായാലും സാക്ഷ്യം പറയുന്നുള്ള ഇതിലാണ് ഇപ്പോൾ വന്ന് സാക്ഷ്യം പറയണത്. ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു.